ഹലോ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രഞ്ജുവിനെ പിന്നിലിരുത്തിക്കൊണ്ട് ഗീതു നമ്മുടെ ഗോളടിക്കാൻ തുടങ്ങാണ് കേട്ടോ. ഗീതു ഫസ്റ്റിൽ തന്നെ ഇരിക്കുകയാണ്. ഗോവിന്ദിൻ്റെ വൈഫാണ് ഞാൻ, അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്കാണ് അതിലുള്ള അർഹത എന്നൊക്കെ പറഞ്ഞിട്ട് മുന്നിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് രഞ്ജുവിനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നിരിക്കുന്നത്. അപ്പോൾ രഞ്ജു മനസ്സിലിരിക്കുകയാണ്, നിനക്ക് ഇത്തിരി നോട്ടം കൂടുന്നുണ്ട്, ശരിയാക്കി തരാം. അപ്പം ഗീതു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മിററിൽ കൂടെ രഞ്ജുവിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രഞ്ജു മനസ്സിൽ വിചാരിക്കുകയാണ്, രാവിലെ മുതൽ നീയല്ലേ ഗോളടിക്കുന്നത്, അതുകൊണ്ട് ഒരു ചാൻസ് ഞാൻ എടുക്കാൻ പോവുക. പെട്ടെന്ന് രഞ്ജു വൊമിറ്റ് വരുന്നത് പോലെ വായിൻ്റെ മുകളിൽ കൈയൊക്കെ വെച്ചിട്ട് ആ ശബ്ദമൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പം രണ്ടുപേരും ഗീതും ഗോവിന്ദും ഒരുപോലെ ഞെട്ടിയിട്ട് പിന്നോട്ടേക്ക് നോക്കുന്നുണ്ട്. അയ്യോ രഞ്ജു എന്തു പറ്റി, ഗോവിന്ദ് ചോദിക്കുന്നുണ്ട്. ഓക്കാനിക്കാൻ വന്നതാ ഗോവിന്ദേട്ടാ, രഞ്ജു വായുടെ മുകളിൽ കൈ ഇങ്ങനെ വെച്ചുകൊണ്ട് പറയാണ്. അപ്പോൾ ഗീതുവിന് അബദ്ധം പറ്റിയോ എന്നൊരു തോന്നൽ വരുന്നുണ്ട്. ഹോസ്പിറ്റലിൽ പോകാം നമുക്ക്, ഗോവിന്ദ് പറയുമ്പോൾ രഞ്ജു പറയുന്നുണ്ട്, സാരമില്ല, എന്തോ വയറ്റി പിടിക്കാത്തതിൻ്റെയാ. അപ്പോൾ ഗീതു മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ലക്ഷണം കണ്ടിട്ട് വയറ്റി പിടിക്കാതെയാണെന്ന് തോന്നുന്നു. എന്നിട്ട് രഞ്ജുവിനോട് ചോദിക്കുകയാണ്, ഓക്കാനം മാത്രമേ ഉള്ളൂ. അപ്പോൾ രഞ്ജു വീണ്ടും വൊമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെൻഡൻസി കാണിക്കുകയാണ്. അപ്പം ഗീതു പറയുന്നുണ്ട്, കണ്ണേട്ടാ ഇതെന്തോ സീരിയസ് ആയ പ്രശ്നമാണെന്നാണ് തോന്നുന്നത്, നമുക്ക് ഹോസ്പിറ്റലിലോട്ടേക്ക് പോകാം. അപ്പോൾ രഞ്ജു പറയും, അതൊന്നും വേണ്ട, കാറിൻ്റെ പിൻസീറ്റിലിരുന്ന് യാത്ര ചെയ്യുന്നതിൻ്റെയാ, ഉടനെ മാറിക്കോളും. അത് കഴിഞ്ഞപ്പോഴേക്കും രഞ്ജു രണ്ടുപേരും കാണാതെ ഇങ്ങനെ ഒന്ന് കളിയാക്കി ചിരിക്കും പോലെ ചിരിക്കുകയാണ്. കാരണം ഗീതുവിനിട്ട് കൊടുത്ത പണിയാണല്ലോ ഇത്. അപ്പോൾ ഗീതു വേഗം തന്നെ കയ്യിലിരിക്കുന്ന ഒരു ടാബ്ലറ്റ് എടുത്തിട്ട് രഞ്ജുവിന് നേരെ നീട്ടിയിട്ട് പറയുന്നുണ്ട്, എങ്കിൽ ഈ ടാബ്ലറ്റ് കഴിച്ചോ, ശരിയായിക്കോളും. അപ്പോൾ രഞ്ജു വീണ്ടും വൊമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെൻഡൻസി കാണിക്കുകയാണ്. അപ്പം ഗോവിന്ദ് പറയുന്നുണ്ട്, ഞാൻ കാറ് നിർത്താം. വേണ്ട, ഇത് ഉടനെ മാറും ഗോവിന്ദേട്ടാ. അപ്പം പെട്ടെന്ന് ഗീതു പറയുന്നുണ്ട്, കണ്ണേട്ടാ കാറ് നിർത്ത്, എന്നിട്ട് രഞ്ജു ഫ്രണ്ടിലിരുന്നോട്ടെ. അപ്പം രഞ്ജു തൊട്ട് മുമ്പുള്ള ഇൻസിഡൻസിനെ കളിയാക്കിക്കൊണ്ട് പറയും, അത് ശരിയാവില്ല, ഭർത്താവിൻ്റെ ഒപ്പം ഭാര്യയല്ലേ ഇരിക്കേണ്ടത്. അപ്പം ഗീതു പറയുന്നുണ്ട്, അല്ല, ഭാര്യയുടെ പെർമിഷനോട് കൂടി ഫ്രണ്ടിലിരിക്കാം. എന്നിട്ട് ഗോവിന്ദിനോട് പറയാണ്, കാറ് നിർത്ത്. അപ്പോൾ രഞ്ജു പറയുന്നുണ്ട്, ഇപ്പോൾ നിർത്തണ്ട, അടുത്ത ജംഗ്ഷൻ എത്തിയിട്ട് നിർത്തിയാൽ മതി, അതുവരെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. വയ്യാത്തതുപോലെയാണ് രഞ്ജു സംസാരിക്കുന്നത്. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, ഓവർഫ്ലോ ആയിട്ട് പുറത്തേക്ക് തട്ടുന്നതിന് മുന്നേ പറയണം കേട്ടോ. അപ്പോൾ രഞ്ജു പറയാണ്, ഞാൻ ശ്രമിക്കാം. അപ്പോൾ ഗീതു പിറുപിറുക്കാണ്, ദൈവമേ അടുത്ത ജംഗ്ഷൻ വരെ ഇത് പിടിച്ചു നിർത്താൻ പറ്റുമോ. അപ്പോൾ രഞ്ജുവിന് മനസ്സിലായി ഗീതു വിശ്വസിച്ചു എന്നുള്ളത്. അപ്പോൾ ഒന്നുകൂടെ പറ്റിക്കുകയാണ്, എന്നൊക്കെ ആക്കിക്കൊണ്ട് ആ ശബ്ദമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഗീതു ഞെട്ടുകയാണ്, കാരണം വൊമിറ്റ് ചെയ്യും എന്നുള്ളൊരു പേടിയിൽ. അപ്പോൾ ഗോവിന്ദ് കാറ് ഫാസ്റ്റാക്കി വിട്ടിട്ട് അടുത്ത ജംഗ്ഷനിൽ വണ്ടി നിർത്തിയിട്ട് ഡോറ് തുറന്ന് ഇറങ്ങുകയാണ്. എന്നിട്ട് രഞ്ജുവിൻ്റെ ഭാഗത്തുള്ള ഡോറ് തുറന്നിട്ട് രഞ്ജുവിനോട് പറയുന്നുണ്ട്, വന്നേ വാ, വൊമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് പോവാം. എന്നിട്ട് രഞ്ജുവിനെ കൊണ്ട് പുറത്തിറങ്ങിയ സമയത്ത് ഗീതുവും കൂടെ ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് ഗീതു പറയുന്നുണ്ട്, വയറ് ശുദ്ധിയാവുന്ന രീതിയിൽ ഒന്ന് വൊമിറ്റ് ചെയ്തിട്ട് മുൻസീറ്റിൽ കയറി ഇരുന്നോളൂ. അപ്പോൾ രഞ്ജു ചിരിച്ചുകൊണ്ട് പറയും, എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല, നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കേണ്ട, ഞാൻ ഇതുവരെയേ ഉള്ളൂ, അത് ജംഗ്ഷൻ കഴിഞ്ഞ് നിർത്തിയാൽ മതി എന്ന് പറഞ്ഞത്, ഇനി നിങ്ങൾ പോയിക്കോളൂ. ഗീതു ഇരിക്കേണ്ടടുത്ത് ഞാൻ കയറി ഇരുന്നു എന്നുള്ള പരാതി ഇപ്പോഴേ വേണ്ട. അപ്പോൾ ഗീതു ഇങ്ങനെ ഒരു അർത്ഥം എന്നുള്ള രീതിയിൽ രഞ്ജുവിനെ തന്നെ നോക്കുകയാണ്. അപ്പം ഗോവിന്ദ് പറയുന്നുണ്ട്, രഞ്ജുവിനെ എങ്ങോട്ടേക്കാണ് പോവേണ്ടത്, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അപ്പം രഞ്ജു പറയാണ്, ഞാൻ പോകുന്നിടത്തേക്ക് ഗോവിന്ദേട്ടൻ ഒരിക്കലും മനസ്സാലെ പോവില്ല. അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ രഞ്ജുവിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ രഞ്ജു പറയാണ്, ഞാനിപ്പോൾ പോകുന്നത് നമ്മളെ മനസ്സുകൊണ്ട് അകറ്റിയ നമ്മുടെ ശത്രുവിൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ ഗീതും ഗോവിന്ദും ഇങ്ങനെ കുറച്ചു നേരം രഞ്ജുവിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ രഞ്ജു പറയുന്നുണ്ട്, നിങ്ങൾ ഹാപ്പി ആയിട്ട് പോയിക്കോ. അതും പറഞ്ഞിട്ട് രഞ്ജു അവിടെ നിന്ന് നടന്ന് നീങ്ങുകയാണ്. രഞ്ജു അപ്പോൾ ഒരു വെയിലത്ത് നടന്നു പോകുന്നത് നോക്കിയിട്ട് ഗോവിന്ദ് നിൽക്കുന്നുണ്ട്. കാരണം ഗോവിന്ദിനറിയാം രഞ്ജു എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നുള്ളത്. അതിനുശേഷം ഗീതുവിനെ ഒന്ന് നോക്കിയിട്ട് ഗോവിന്ദ് വന്നിട്ട് ഫ്രണ്ടിൽ ഡ്രൈവിംഗ് സീറ്റിൽ കയറി ഇരിക്കുകയാണ്. ഗീതു വന്ന് തൊട്ടടുത്ത് ഇരിക്കുന്നുണ്ട്. അങ്ങനെ സീറ്റ് ബെൽറ്റ് ഇടാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഗീതു പറയുന്നത്, ഒരു മിനിറ്റ്, ഞാനിവിടെ ഇറങ്ങുവാ. അപ്പം ഗോവിന്ദ് ചോദിക്കും, എന്തിന്, എനിക്കും ചിലരെ കാണാനുണ്ട്. എന്നിട്ട് ഗീതു പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങിയപ്പം ഗോവിന്ദ് ഇറങ്ങിയിട്ട് പറയും, എങ്കിൽ പിന്നെ നീ ഇവിടെ വരെ ഉള്ളൂ എന്ന് നേരത്തെ പറയായിരുന്നില്ലേ, എങ്കിൽ പിന്നെ എനിക്ക് രഞ്ജുവിനെ പോവേണ്ടടുത്ത് വിടായിരുന്നല്ലോ. അതിനവരെ നിങ്ങളുടെ പൊതുശത്രുവിനെ കാണാൻ പോയതല്ലേ, അതവൾ നീ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് പറഞ്ഞതല്ലേ, എൻ്റെ കൂടെ യാത്ര ചെയ്യാൻ അവൾക്കിഷ്ടമാണ്. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, അങ്ങനെ ഇപ്പോൾ യാത്ര ചെയ്യണ്ട, ബോധപൂർവം തന്നെയാണ് രഞ്ജു ഇറങ്ങിയെടുത്ത് ഞാനും ഇറങ്ങിയത്. അപ്പോൾ ഗോവിന്ദ് അതെന്തിനാ എന്നൊരു അർത്ഥത്തിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഗീതു പറഞ്ഞു കൊടുക്കുകയാണ്, അവരിറങ്ങുന്നതിന് മുമ്പ് ഞാൻ ഇറങ്ങിയിരുന്നെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ കറങ്ങാൻ പോയേനെ, പിന്നെ നിങ്ങൾ പോകുന്നത് എവിടേക്കാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ടാക്സിയും വിളിച്ച് പിന്നാലെ വരേണ്ടി വന്നേനെ, നിങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്ന് എനിക്കറിയണ്ടേ. അപ്പോൾ ഗോവിന്ദ് നോക്കിയിട്ട്, അങ്ങനെയായിരുന്നു, അപ്പോൾ നീ നല്ല ഒന്നാമതൊരു സംശയരോഗിയാ. അപ്പോൾ ഗീതു പിറുപിറുത്തോണ്ട് പറയാണ്, എൻ്റെ മുതൽ നഷ്ടപ്പെടാതെ ഞാൻ നോക്കണമല്ലോ. എന്താ പറഞ്ഞേ, ഒന്നും പറഞ്ഞില്ല. അപ്പം ഞാൻ എൻ്റെ വഴിക്ക് പോട്ടെ. അപ്പോൾ ഗോവിന്ദ് ദേഷ്യത്തോട് പറയാണ്, നീ ഒരിടത്തും പോകുന്നില്ല, മര്യാദയ്ക്ക് കാറ് കയറ്, അല്ലെങ്കിൽ ഞാൻ പിടിച്ച് കയറ്റുവേ. അപ്പോൾ ഗീതു പറയും, എന്നോട് ആജ്ഞാപിക്കരുത്, അപേക്ഷിക്കണം, പ്ലീസ് വന്ന് കയറ് ഗീതുമോളെ എന്ന് പറഞ്ഞാൽ അനുസരണയുള്ള നായെപ്പോലെ ഞാൻ വന്ന് കയറില്ലേ, അതുകൊണ്ട് അപേക്ഷിക്ക്. അപ്പോൾ ഗോവിന്ദും പറയും, നിന്നോട് അപേക്ഷിക്കാനേ എൻ്റെ നായ വരും.
നീ വരണമെന്ന് എനിക്ക് ഒരു നിർബന്ധമില്ല, നീ ഇവിടെ തന്നെ നിന്നോ. പോകുന്ന വഴി ഞാൻ രഞ്ജുവിനെ കൂടെ കൂട്ടി പൊക്കോളാം. എന്നിട്ട് അവൾക്ക് എവിടേക്കാണോ പോവേണ്ടത് അവിടെയെല്ലാം കൊണ്ടുപോകും. അപ്പോൾ ഗീതുവിന് ടെൻഷൻ ആവാൻ തുടങ്ങുകയാണ്. രഞ്ജു ആണെങ്കിൽ അവരെ കണ്ട് ദൂരത്ത് മാഞ്ഞിട്ടും ഇല്ല. അപ്പോൾ ഗോവിന്ദ് ഗീതുവിനെ മൈൻഡാക്കാതെ കാറിൽ കയറാൻ വേണ്ടി പോയപ്പോഴേക്കും ഗീതു, അമ്പട കണ്ണാ, അങ്ങനെ എന്നെ ഒഴിവാക്കിയിട്ട് അവളെ കൊണ്ട് പോവണ്ട. എന്നാൽ നമുക്ക് ഓഫീസിലേക്ക് പോവാം, ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ കാറിൽ കയറുകയാണ്. ഗോവിന്ദിന് സത്യം പറഞ്ഞാൽ ചിരി വരുന്നുണ്ടായിരുന്നു ഗീതുവിൻ്റെ കളി കാണുന്ന സമയത്ത്. അപ്പോൾ ഗീതു ചെറിയ കുട്ടികളെ പോലെ പറയും, കയറി കയറി, വേഗം കയറി. ഗീതു പിന്നെ നോക്കുന്ന സമയത്ത് രഞ്ജുവിനെ കാണുന്നില്ല. അപ്പോൾ അവൾ മനസ്സിൽ വിചാരിക്കുകയാണ്, അവർ ഇത്ര പെട്ടെന്ന് ഇതെങ്ങോട്ട് പോയി? രഞ്ജു നേരെ പോയത് അറക്കൽ വീട്ടിലേക്കാണ്. കുറച്ച് സമയം അവിടുത്തെ ആ ഗേറ്റും പിടിച്ചിട്ട് ഇങ്ങനെ ഗീതു ആ വീടിൻ്റെ ഭംഗി ആസ്വദിക്കാൻ എന്ന പോലെ രഞ്ജു ആ വീടിൻ്റെ ഭംഗി ആസ്വദിക്കാൻ എന്ന പോലെ നിൽക്കുകയാണ്, ഒരുതരം പകയും പ്രതികാരവും കൂടിയിട്ട്. അതിനുശേഷം ആ വാതിൽ വലിച്ചു തുറന്നിട്ട് ഒരു എന്താ പറയുക, ഒട്ടും താല്പര്യമില്ലാത്തൊരു സ്ഥലത്തേക്ക് വരുന്ന, അല്ലെങ്കിൽ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളെ കാണാൻ വരുന്ന ആ ഒരു ഭാവത്തോടു കൂടിയാണ് ആദ്യമായിട്ട് ആ വീട്ടിലേക്ക് കയറുന്നത്. രഞ്ജു മുറ്റത്തെത്തിയപ്പോഴേക്കും അകത്തു നിന്ന് വിജയലക്ഷ്മി പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. വിജയലക്ഷ്മിക്ക് സ്വന്തം കണ്ണുകൾ വിശ്വസിക്കാനായിട്ടില്ല. കാരണം രഞ്ജു ആ വീട്ടിലേക്ക് വന്നു എന്നുള്ളത് അവർ അത്രത്തോളം സർപ്രൈസ് ആക്കിയിട്ടുണ്ടായിരുന്നു. അത്രയും സന്തോഷത്തോടു കൂടിയാണ് അവർ പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. എന്നിട്ട് രഞ്ജുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയാണ്, മോളെ ശിവ, നീ വരുമെന്ന് എനിക്ക് അറിയായിരുന്നു, അതിനു വേണ്ടി അമ്മ കാത്തിരുന്നത്. എന്നിട്ട് രഞ്ജുവിൻ്റെ മുഖത്തോടെ സ്നേഹത്തോടെ പിടിച്ചിട്ട് പറയാണ്, അകത്തേക്ക് വാ മോളെ. അപ്പോൾ രഞ്ജു ആ കൈ തട്ടി മാറ്റുന്നുണ്ട്. എന്നിട്ട് ദേഷ്യത്തോടു കൂടി പറയാണ്, ഞാൻ നിങ്ങളുടെ സൽക്കാരം സ്വീകരിക്കാൻ വന്നതല്ല. അപ്പോഴേക്കും വിജയലക്ഷ്മിയുടെ മുഖത്തേക്ക് ആ സങ്കടം വീണ്ടും വരികയാണ്. എന്നിട്ട് രഞ്ജു പറയുന്നുണ്ട്, ഈ വീടിനുള്ളിലേക്ക് ഞാൻ ഒരിക്കലും കാലു കുത്തില്ല, ഇവിടെ എന്നല്ല നിങ്ങൾ താമസിക്കുന്ന ഒരിടത്തേക്കും. ഈ ശിവരഞ്ജനിയെ പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ വിജയലക്ഷ്മി പറയും, മോളെ എന്നെ അങ്ങനെ വിളിക്കണ്ട, പുതിയ ഒരുത്തിയ മാനസപുത്രിയെ ദത്തെടുത്തിട്ടുണ്ടല്ലോ ഗീതു, നിങ്ങളുടെ പുന്നാര വാക്കൊക്കെ അവളെ വിളിച്ചാൽ മതി. അപ്പോൾ വിജയലക്ഷ്മി കരഞ്ഞുകൊണ്ട് പറയാണ്, ശിവ, എന്തിനാ ശിവ അമ്മയോട് ഇങ്ങനെ കരുണയില്ലാതെ പെരുമാറുന്നത്? കരുണയില്ലാതെ പെരുമാറുന്നത് നിങ്ങളാ, അതും എന്നോട്. എന്നും നിങ്ങൾ എന്നെ ഒരു ശത്രുവായിട്ടാണ് കണ്ടത്. ഇല്ലാത്ത എന്തോ കള്ളക്കഥ പറഞ്ഞ് എൻ്റെ കല്യാണം വരെ നിങ്ങൾ മുടക്കിയില്ലേ. അപ്പം വിജയലക്ഷ്മി ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. അപ്പം രഞ്ജു വീണ്ടും പറയും, നഷ്ടപ്പെട്ട ജീവിതം എങ്ങനെയോ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ പിന്നാലെ നേളായി വന്നുകൊണ്ടിരിക്കുക. അവർ ഒരു സങ്കടത്തോടു കൂടി പറയാണ്, ഇല്ല മോളെ, നിന്നെ ദ്രോഹിക്കാൻ ഞാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല മോളെ. എന്നിട്ടാണോ ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ നിന്നും ഇന്നലെ രാത്രി എന്നെ പുറത്താക്കിയത്? അപ്പം വിജയലക്ഷ്മി ഇങ്ങനെ അന്തം വിട്ട് കേട്ട് നിൽക്കുകയാണ്. എന്ത് കാരണം കൊണ്ടാണ് പുറത്താക്കിയതൊന്നും അറിയാത്തൊരവസ്ഥയിൽ. അപ്പം രഞ്ജു പറയുന്നുണ്ട്, ഞാൻ പുറത്താവാൻ കാരണം നിങ്ങളാ. ഹൗസ് ഓണറോട് നിങ്ങൾ പറഞ്ഞു കാണും എന്നെ പറഞ്ഞു വിടാൻ. മോളെ, നീ പറയുന്ന ഹൗസ് ഓണർ ആരാണെന്ന് എനിക്ക്. അപ്പോഴേക്കും ശിവരഞ്ജിൻ്റെ കയ്യിലേക്ക് പിടിക്കുമ്പോഴേക്കും അവൾ ആ കൈ തട്ടി മാറ്റുകയാണ്. എന്നിട്ട് അവരെ മുഴുമിപ്പിക്കാൻ സമ്മതിക്കാതെ പറയാണ്, എന്തിനാ നിങ്ങളിങ്ങനെ കള്ളം പറയുന്നേ? എന്നെ തകർക്കാൻ നിങ്ങൾ ഏതറ്റം വരെയും പോകും. നിങ്ങൾ എൻ്റെ പിന്നാലെ നടന്ന് എന്നെ വേട്ടയാടുക. അപ്പോൾ വിജയലക്ഷ്മി സഹിക്കാവുന്നതിൻ്റെ പരമാവധി ആയപ്പോൾ ആ മാതൃസ്നേഹം, മാതൃഹൃദയം നൊന്ത് കരയാണ് അവർ. അതായത് ഒരു അമ്മ അത്രയും ദയനീയമായിട്ട് മകളുടെ മുന്നിൽ കരയുക. എന്നിട്ട് യാചിച്ചുകൊണ്ട് പറയുന്നുണ്ട്, പ്ലീസ് ദയവ് ചെയ്ത് ഇങ്ങനെയൊന്നും പറയല്ലേ, അമ്മയ്ക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും രഞ്ജു പറയുന്നുണ്ട്, ഇനി കൂടുതലൊന്നും പറയണ്ട. അപ്പോഴേക്കും പെട്ടെന്ന് വിജയലക്ഷ്മി ദേഷ്യത്തോടു കൂടി ക്രോധത്തോടു കൂടി പറയാണ്, ഇല്ല, എനിക്ക് പറഞ്ഞേ പറ്റൂ. മോളെ, നീ ഈ പറഞ്ഞതിലൊന്നും എനിക്ക് യാതൊരു മനസ്സറിവും ഇല്ല മോളെ. നോക്ക്, ഈ ചെമ്പകശ്ശേരി തറവാട് നിൻ്റേതാണ്, നിനക്കിവിടെ താമസിക്കാം. നോക്ക്, നിനക്ക് എന്നെ വെറുപ്പാണെങ്കിൽ ഞാൻ ഇവിടുന്ന് മാറിത്തരാം. ഈ വീട് നിനക്ക് അവകാശപ്പെട്ടതാ. അപ്പോൾ രഞ്ജു പുച്ഛത്തോടെ പറയും, ഔദാര്യം വേണ്ട, കാരണം ചെമ്പകശ്ശേരിയേക്കാൾ എനിക്ക് അവകാശപ്പെട്ട മറ്റൊരിടത്താണ് ഞാനിപ്പോൾ താമസിക്കുന്നത്. അപ്പം വിജയലക്ഷ്മി ഇങ്ങനെ മനസ്സ് ചിന്തിക്കുകയാണ്, ഇവൾ എന്താ ഈ പറയുന്നത്? അപ്പം രഞ്ജു പറയുന്നുണ്ട്, ഊർവശി ശാപം ഉപകാരം എന്ന് കേട്ടിട്ടില്ലേ? നിങ്ങൾ എന്നെ ഞാൻ താമസിച്ചിടത്തു നിന്നും പുറത്താക്കിയത് നന്നായി. ഞാനിപ്പോൾ അറക്കൽ കുടുംബത്തിലാണ് താമസിക്കുന്നത്. വിജയലക്ഷ്മി ശരിക്കും ഷോക്കായി ഞെട്ടിപ്പോവുകയാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു. ഞാനൊരിക്കൽ ചെന്ന് കയറേണ്ട സ്ഥലത്തേക്ക് ഗോവിന്ദേട്ടൻ തന്നെ എന്നെ കൈപിടിച്ച് കയറ്റി. വലതുകാല് വെച്ച് തന്നെ ഞാൻ കയറി. രഞ്ജു വിജയിച്ച ഭാവത്തോടു കൂടി പറയാണ്. അതിനുശേഷം വെല്ലുവിളിച്ചുകൊണ്ട് വിജയലക്ഷ്മിക്ക് മുന്നേ പോയിട്ട് പറയും, ഇനി ഒരിക്കലും ഗോവിന്ദേട്ടനെ എന്നിൽ നിന്നും പിരിക്കാൻ നിങ്ങൾക്കെന്നല്ല ആർക്കും കഴിയില്ല, ആർക്കും എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് രഞ്ജു അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അപ്പം പിന്നെ നിന്നും വിജയലക്ഷ്മി വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, മോളെ ശിവ പോവല്ലേ. പക്ഷെ അതൊന്നും കേൾക്കാൻ പോലും ശിവരഞ്ജിനി കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. അവൾ നടന്ന് അവിടുന്ന് ഇറങ്ങി പോവുകയാണ്. ഗീതും ഗോവിന്ദും കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, ഫ്രണ്ടിനൊപ്പം പോകാൻ പറ്റാത്തതിൻ്റെ ഒരു നിരാശ മുഖത്തുണ്ടല്ലോ. അപ്പോൾ ചൂടായിക്കൊണ്ട് ഗോവിന്ദ് പറയുന്നുണ്ട്, മിണ്ടാതിരുന്നോ, അല്ലെങ്കിൽ നിന്നെ ഇപ്പം ഇവിടെ ഞാൻ ഇറക്കി വിടും. അപ്പോൾ ഗീതു അനങ്ങാതെ നിൽക്കുകയാണ്. അപ്പോഴേക്കും ഗീതുവിൻ്റെ ഫോണിൽ വിജയലക്ഷ്മിയുടെ കോൾ വരുന്നുണ്ട്. അപ്പോൾ ഗീതു ഗോവിന്ദിനെ നോക്കിക്കൊണ്ട് വിചാരിക്കുകയാണ്, ഇപ്പം സംസാരിച്ചാൽ ശരിയാവില്ല. എന്നിട്ട് ആ കോള് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പം വിജയലക്ഷ്മി ചിന്തിക്കുകയാണ്, ഗീതു എന്താ ഫോൺ കട്ട് ചെയ്തത്? അതോ ഇനി ശിവരഞ്ജിനി അറക്കലിൽ താമസാക്കിയതിൻ്റെ ദേഷ്യമാണോ? പക്ഷേ ഗീതുവിന് അറിയില്ലല്ലോ ശിവരഞ്ജിനി ആരാണെന്ന്.
പക്ഷേ അറക്കൽ അവൾ ചെന്നതോടെ എന്താ സംഭവിച്ചതെന്ന് എനിക്കൊന്ന് അറിയണമായിരുന്നു. ഇവക്കെന്താ ഈ ഫോണൊന്നും എടുത്താൽ എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും വിളിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ പറയാണ്, ഫോൺ എടുക്ക്. ഗീതു നോക്കുമ്പോൾ വീണ്ടും ഉണ്ട് വിജയലക്ഷ്മി കോൾ ചെയ്യുന്നു. അപ്പോൾ ഗീതു ഇങ്ങനെ ഇടങ്ങണ്ണിട്ടിട്ട് ഗോവിന്ദിനെ നോക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, എത്ര നേരമായി ഫോൺ ബെല്ലടിക്കുന്നു, ആരെങ്കിലും അത്യാവശ്യത്തിന് വിളിക്കുന്നതായിരിക്കും. അപ്പോൾ ഗീതു ചിണുങ്ങിക്കൊണ്ട് പറയും, ഇതിപ്പോൾ ആവശ്യമുള്ള കോളൊന്നും അല്ല. എന്നിട്ട് മെല്ലെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ബാഗിലേക്ക് വെക്കുകയാണ്. അപ്പം ആ ഒരു വഴി അടഞ്ഞൊരവസ്ഥയിലാണ് വിജയലക്ഷ്മി നിൽക്കുന്നത്. വിജയലക്ഷ്മി ഇങ്ങനെ സ്വയം ചിന്തിക്കുകയാണ്, ഗീതു എന്നെ ഒഴിവാക്കുകയാണോ? ശിവ ആരാണെന്നുള്ള സത്യം അവൾ അറിഞ്ഞു കാണുമോ? എല്ലാം മറച്ചു വെച്ചതിന് എന്നോട് അവൾക്ക് ദേഷ്യമായി കാണും. വിജയലക്ഷ്മി ഇങ്ങനെ ഹൃദയം പൊട്ടി കരയാണ്. എന്നിട്ട് പൂജാമുറിയിലെത്തിയിട്ട് ദൈവത്തിൻ്റെ മുന്നിൽ കോപ്പുകൈയോടെ നിന്നിട്ട് ചോദിക്കുകയാണ്, ദേവി, ഞാൻ സ്നേഹിക്കുന്നവരെല്ലാം എന്നെ വിട്ടു പോവുകയാണോ? ഞാൻ വീണ്ടും തനിച്ചാവുകയാണോ? അതെ, നീ ഇവിടെ ഉള്ളപ്പോൾ ഞാനെങ്ങനെ തനിച്ചാവുന്നത്? അന്നും ഇന്നും എന്നും എൻ്റെ കൂടെയുള്ളത് ഈ അമ്മ മാത്രമല്ലേ? അതിനുശേഷം കണ്ണീര് തുടച്ചുകൊണ്ട് കൈകൾ കൂപ്പിയിട്ട് ദേവിക്ക് വേണ്ടി ഒരു ഭജന പാടുകയാണ്. ഗീതു ഓഫീസിലെത്തിയ ശേഷം ഗീതുവിനൊരു മനസ്സമാധാനമില്ല. ഇങ്ങനെ ആകെ മൊത്തൊരു വിറളി പിടിച്ചൊരവസ്ഥയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് സീറ്റിലിരുന്ന ശേഷമാണ് പെട്ടെന്ന് ഗീതുവിന് ഓർമ്മ വന്നത്, കോള് വന്ന കാര്യം, വിജയലക്ഷ്മിയുടെ കോള് വന്ന കാര്യം. അയ്യോ, ഞാൻ കട്ട് ചെയ്തതായിരുന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ ഫോൺ എടുത്തിട്ട് വിജയലക്ഷ്മിനെ വിളിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ പെട്ടെന്ന് നോക്ക് ചെയ്യുകയാണ് വാതിലിൻ്റെ പുറത്തൊരാൾ. അപ്പോൾ യെസ് എന്ന് പറയുന്ന സമയത്ത് അവർണികയും കിഷോറും കൂടിയാണ് കയറി വരുന്നത്. അപ്പം അവർണിക കയറി വന്നപ്പോൾ തന്നെ പറയുന്നുണ്ട്, ഇന്നലെ ഞങ്ങൾ ചില വിഷ്വൽസ് ഗീതാഞ്ജലിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു, അത് ശത്രുക്കൾക്കെതിരെ ഗീതാഞ്ജലിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വിഷ്വൽസാ. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, ഞാൻ കുറച്ച് തിരക്കിലായി പോയി, അതുകൊണ്ട് അതൊന്നും നോക്കാൻ പറ്റിയില്ല. അപ്പോൾ കിഷോറും പറയുന്നുണ്ട്, മേഡം അതൊന്നും നോക്കണം, താമസിപ്പിക്കുന്നത് അപകടമാണ്. അപ്പോൾ ഗീതു കുറച്ചു നേരം കിഷോറിനെ നോക്കിക്കൊണ്ട് ചോദിക്കുകയാണ്, അതിന് കിഷോറിനത് ഇത്ര ഉത്കണ്ഠ? അപ്പോൾ കിഷോർ അവർണികക്ക് നേരെ നോക്കിക്കൊണ്ട് വീണ്ടും ഗീതുവിനോട് പറയാണ്, മാഡം, സ്വന്തം കുടുംബത്തിലുള്ളവർ തന്നെയാണ് ഇപ്പോഴത്തെ ശത്രുക്കൾ. അപ്പോൾ ഗീതു വിചാരിക്കും, ഞാൻ പോകുന്ന വഴിയിലെ കൂടെ തന്നെയാണല്ലോ ഇവനും പോകുന്നത്. അപ്പോൾ കിഷോർ പറയുന്നുണ്ട്, മേഡത്തെ അപായപ്പെടുത്താൻ പിന്നിൽ നിന്ന് ശ്രമിക്കുന്നത് ഗോവിന്ദേട്ടൻ്റെ ബ്രദർ വരുണ. അപ്പോൾ ഗീതു ഇങ്ങനെ രണ്ടുപേരെയും മാറി മാറി നോക്കുകയാണ്. അപ്പം അവർണിക പറയുന്നുണ്ട്, ഇപ്പം തന്നെ ആ തെളിവുകൾ കണ്ടതിന് ശേഷം വരുണിനെതിരെയുള്ള നടപടികൾ സ്വീകരിക്കണം ഗീതാഞ്ജലി. ഗീതുവിനെ പെട്ടെന്ന് എന്താ അവരോട് പറയേണ്ടതെന്ന് മനസ്സിലായിട്ട് കുറച്ചു നേരം അവരെ തന്നെ നോക്കി നിൽക്കുകയാണ്. അതിനുശേഷം ഫോൺ എടുത്തിട്ട് അവരയച്ച വിഷ്വൽസ് കാണുന്നുണ്ട്. അതിൽ ഓരോ കാര്യങ്ങൾ അവൾ കാണുന്നതിനനുസരിച്ച് അവൾക്ക് ദേഷ്യം ഇങ്ങനെ മുഖത്തേക്ക് പ്രകടാവുന്നുണ്ട്. അത് കാണുന്തോറും കിഷോറിന് ഒരുപാട് സന്തോഷമാവാണ്. കാരണം താൻ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഇതിലേക്ക് ഗീതു വന്നെത്തി എന്നുള്ളൊരു സന്തോഷം. കുറെ തൻ്റെ ട്രാപ്പിൽ ഗീതു വീഴുന്ന് കിഷോർ വിശ്വസിക്കുന്നുണ്ട്. ദേവിക്കുള്ള കീർത്തനം പൂർത്തിയാക്കിയതിന് ശേഷം വീണ്ടും വിജയലക്ഷ്മി പൊട്ടി കരയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, പറ്റുന്നില്ല ദേവി, എനിക്കിവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നില്ല ദേവി, ഞാൻ നിന്റെ അടുത്തേക്ക് വരിക, എനിക്ക് നിന്നെ കാണണം, നിന്റെ സ്നേഹത്തിന്റെ സൗപർണിക എൻ്റെ ഉള്ളിലെ കനലിലേക്ക് എടുത്തും, ഞാൻ വരുവാ. അപ്പോഴേക്കും വീഡിയോ മൊത്തം കണ്ടിട്ട് ഗീതു ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അപ്പോൾ കിഷോർ പറയുന്നുണ്ട്, ഇപ്പം മനസ്സിലായില്ലേ മാഡത്തിന്റെ യഥാർത്ഥ ശത്രുക്കൾ ആരൊക്കെയാന്ന്? അത് ബോധ്യപ്പെടുത്താനാ ഇത് സംഘടിപ്പിക്കാൻ ഞാൻ ഇത്ര റിസ്ക് എടുത്തത്. അപ്പോൾ ഗീതു ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ചെയറിൽ ചാരി ഇരിക്കുകയാണ്. അപ്പോൾ അവർണിക പറയുന്നുണ്ട്, ഇനി എന്തിനാ സമയം കളയുന്നത്, ഇത് കൊണ്ടുപോയി ഗോവിന്ദ് സാറിനെ കാണിക്കേ. വരുണിനെതിരെ നടപടിയെടുക്കുക, അയാളെ പോലീസിലേൽപ്പിക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. കിഷോറും പറയുന്നുണ്ട്, ഈ തെളിവുകൾ പ്രയോജനപ്പെടാതെ പോവരുത്, നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നവരെ ഇവിടെ നിന്ന് ഒഴിവാക്കുന്നതിനോടൊപ്പം നിങ്ങളും രക്ഷപ്പെടും. പക്ഷേ ഗീതു മറുപടി ഒന്നും പറയാതെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അപ്പോൾ അവർണിക ഒന്ന് കിച്ചുവിനെ പുകഴ്ത്താൻ വേണ്ടി പറയുന്നുണ്ട്. ഇപ്പം ഗീതാഞ്ജലിക്ക് മനസ്സിലായില്ലേ ഈ സ്ഥാപനത്തോടും ജോലിയോടുള്ള കിച്ചുവിൻ്റെ സിൻസിയറിറ്റി. അപ്പോൾ ഗീതു കണ്ണുയർത്തിയിട്ട് ഇങ്ങനെ കിഷോറിനെ അവർണികയെ നോക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ എന്തൊക്കെ സംഭവിക്കുന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കണ്ടു നോക്കാം. ഇന്നത്തെ കഥ എങ്ങനെയാണ് വൈൻഡപ്പ് ചെയ്യുന്നത്. പുതിയ എപ്പിസോഡിൻ്റെ കഥ വിശേഷങ്ങളായിട്ട് നാളെ കാണാം. അതുവരേക്കും ബൈ.